ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയതിന് ശേഷം ഒരു കാര്യം കൂടെ പറയണം എന്നോർത്തു. അതായത്, പല രീതിയിൽ സാത്താൻ എന്നെ പരീക്ഷിച്ചും പീഡിപ്പിച്ചും കടന്നു പോയിട്ടുണ്ട്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ആത്മീയ സമരമാണ്. ആത്മീയമായിട്ടുള്ള മക്കളാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ എനിക്ക് ചുറ്റും ജീവിക്കുന്ന അന്യമതസ്ഥർ ജീവിതം ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കാനുള്ളതാണ് എൻ്റെ ജീവിതം എന്നൊരു ചിന്താഗതി ആദ്യം നിങ്ങൾ എടുത്തു കളയണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വേറിട്ട വിളിയാണ്. അതൊരു സമരക്കളത്തിലാണ്. നമ്മൾ സാത്താനുമായിട്ടൊരു സമരത്തിലാണ്. അതുകൊണ്ടാണ് എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സത്യം കൊണ്ട് അരമുറുക്കി, എല്ലാവർക്കും അറിയാമത്, എഫെസോസ് 6 പറഞ്ഞിരിക്കുന്നത്. യേശുവേ നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മാതാവിനെയും വിശുദ്ധരെയും ഉപേക്ഷിക്കുക, ഞാൻ നിന്നെ വിട്ടുതരാമെന്ന്. എന്നാൽ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടത് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇന്നലെ ഈ വിഷയം പറഞ്ഞുവെങ്കിലും വിശുദ്ധരെ കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞു വന്നത്. രാത്രി ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഒരു പള്ളി ഹാള്, ആ ഹാളിലെ ചുമരിൽ ചുറ്റിലും വിശുദ്ധരുടെ ഫോട്ടോസ്. എനിക്ക് പരിചയമുള്ള വിശുദ്ധരല്ല ആരും. അപ്പോൾ വിദേശത്തൊക്കെയുള്ള നമുക്കറിയാത്ത പേര് പറയുന്നുണ്ടെങ്കിലും അവരുടെ മുഖമൊന്നും അങ്ങനെ എല്ലാവരും എനിക്ക് പരിചയം പോരാ. ഞാൻ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പം പള്ളിയകം നിറയെ വ്യക്തികളാണ്, നിറച്ച ആളുകളാണ്. ഓടി 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 അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കസേരയിൽ CMI അച്ഛന്മാരുടെ ഉടുപ്പിട്ടുകൊണ്ട് ഒരു വൈദികൻ ആ കസേരയിലിരിക്കുന്നു. അദ്ദേഹം എന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വരിയിലാണ് നിൽക്കുകയാണ്, ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയ പോലെ, ഒന്ന് കണ്ണ് പതുക്കെ ഒന്ന് ഉയർത്തിയതുപോലെ എന്നെ കണ്ടു എന്ന് വരുത്തി. എന്നിട്ട് ഉടനെ പറഞ്ഞു, പുഷ്പം എന്ന് വിളിച്ചു എന്നെ. ഞാനങ്ങോട്ട് സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. ഈ കാണാവുന്ന ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പേര് എങ്ങനെ ഓർത്തു വെച്ചു? ഞാൻ ഉടനെ ചോദിച്ചു, എങ്ങനെ എന്നെ അറിയാമെന്ന്. അപ്പോൾ വലത് കൈ ഉയർത്തി പറഞ്ഞു, എൻ്റെ ഉള്ളം കരത്തിൽ നിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു മാനമഹത്വം കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ചേച്ചി ഇത് പറയുന്നത്. ഇത് പുഷ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെയാണ് കർത്താവ് വിളിക്കുന്നത്. ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേര് കർത്താവ് നുണ പറഞ്ഞിരിക്കുന്നതല്ല, അവിടുത്തെ ഉള്ളംകരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇത്രയൊക്കെ ഞാൻ കർത്താവാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ആ വാക്കുകളെക്കാൾ ഉപരി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എവിടെയാണെന്ന് ഓടി നടന്ന് അന്വേഷിക്കുന്നു. ഞാൻ ഒരു വാതിൽക്കയായിട്ട് അവരോടെ കെടുത്തിയത് പോലെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ മക്കൾ വലിയ മക്കളാണ്, പേരക്കുട്ടികളാണ്, കിടക്കേണ്ട പ്രായമായിട്ടൊക്കെ ഉള്ളത്, കൊച്ചു കുഞ്ഞായിട്ടൊക്കെ നിൽക്കണത്. പക്ഷേങ്കിൽ ഞാൻ ഓടി ഇങ്ങോട്ട് വരികയാണ്. എൻ്റെ ഉത്കണ്ഠ മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് ഓരോ വ്യക്തികളും, ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെ എന്നല്ല ശ്രദ്ധ, മക്കളെ കുറിച്ച് കരയ തന്നെ. പ്രാർത്ഥന വിട്ടുപോയിക്കൊണ്ട് ഇവരെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കെണിയാണ്. പ്രൈസ് ദി ലോർഡ്. 1-2 മക്കളേ ഉള്ളൂ. മുൻകാലങ്ങളിൽ 12, 5, 8 മക്കളുള്ളപ്പം മക്കളെ കുറിച്ച് ഇത്രമാത്രം ഉത്കണ്ഠപ്പെടാൻ മാതാപിതാക്കൾക്ക് സമയമില്ലായിരുന്നു. ഇന്ന് 1, 2, 3 മക്കളാ. ഈ കുട്ടികളെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് എല്ലാവർക്കും. എന്താ ഈ ഉത്കണ്ഠ മുഴുവനും?
എത്ര പഠിപ്പിച്ചാലും മതി വരുന്നില്ല. അവരെവിടെയൊക്കെ യൂറോപ്യൻ കൺട്രികളിൽ വിട്ട് പഠിപ്പിച്ചാലും മതി വരുന്നില്ല. ഇനി അവരുടെ വിവാഹം കഴിഞ്ഞാലും പോരാ, അവർക്ക് മക്കളുണ്ടായാലും പേരക്കുഞ്ഞുങ്ങളെക്കുറിച്ചും. ഇതാണ് ഇന്ന് ഓരോരുത്തരുടെയും ഉത്കണ്ഠകൾ. എന്നിട്ട് ഇവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. എനിക്ക് ഇന്നലെ കർത്താവ് ആ ഒരു ചിത്രമാണ് കാണിച്ചു തന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇന്നത്തെ ടോക്കിലേക്ക് നമുക്ക് വരാം. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാൻ ഓഫീസിലൊക്കെ പോയിരുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പേരിപ്പം ഞാൻ പറയുന്നില്ല ഇവിടെ. അവള് മുഖാന്തിരാണ് ഞാൻ പുത്തമ്പള്ളിയിൽ പോകാനായിട്ട് കാര്യം ഉണ്ടായിട്ടുള്ളത്. ഓഫീസ് വിട്ട് അവളുടെ മകൾ അവിടെ പഠിച്ചിരുന്നത് കൊണ്ട്, പുത്തമ്പള്ളിയുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത് കൊണ്ട്, ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് അവിടെ പോയിട്ടാണ് പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിരുന്നത്. എൻ്റെ പൊന്നുമക്കളെ, അപ്പോൾ അവിടെ ഇരിക്കും മാത്രം. പിറ്റേ ദിവസം അമ്പലത്തിൽ പോകും കേട്ടോ. കാലത്ത് അമ്പലത്തിൽ പോകുമ്പോൾ ഉച്ച തിരിഞ്ഞ് ഇവിടെ വരും. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ ധ്യാനം കൂടുന്നു. എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നൊരു ജപമാല കളഞ്ഞു കിട്ടുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ 1-2 പ്രാവശ്യം ഞാൻ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ജപമാലയിൽ ഞാൻ കുറേ നന്മ നിറഞ്ഞ മറിയും സ്വർഗസ്നായവും ചൊല്ലിക്കൂട്ടിയിട്ടുണ്ട്. അതെൻ്റെ ഓഫീസിലെ ഒരു മേഡമാണ് എനിക്കതിനെ ആ പ്രയറൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത്. അത്രയും അപ്പം ഞാൻ അന്ന് മുതൽ യേശുവിനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ധ്യാനം കൂടി പരിശുദ്ധാത്മാവാൽ നിറഞ്ഞിരുന്നില്ല. അതൊരു സമയമാണ് മക്കളെ. അങ്ങനെ യേശുവിനെ അറിഞ്ഞു, ഞാൻ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കിങ്ങനെ അതിസഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ, ഞാൻ ജോലി നഷ്ടപ്പെടുത്തി, എനിക്ക് സഹനത്തിൻ്റെ പെരുമഴയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സാത്താൻ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മക്കൾ കേൾക്കുന്നത്. നീ അവളെ കണ്ടോ? കാരണം അവൾ അന്നും അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും. എന്നിട്ട് അവളുടെ പേഴ്സിൽ കൃഷ്ണൻ്റെ ഒരു രൂപം വെക്കും എപ്പോഴും അവൾ നടക്കുമ്പോൾ. ഭയങ്കര സാമ്പത്തിക ബാധ്യതയാണ് കേട്ടോ അവർക്ക്. സഹനത്തിൻ്റെ പെരുമഴയാണെങ്കിലും പുറത്തേക്ക് അത് കാണിക്കുന്നില്ല. ഇത് ജീവിതത്തിൽ ഒരു സന്തോഷമാണെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ജോലിയുണ്ട്, അവൾ ടീച്ചറാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുകയാണ്. പിശാച് എന്നോട് പറയാണ്, നീ അവളെ കണ്ടുവോ? അതുകൊണ്ട് നീ അവളെ പോലെ എന്നെയും വിളിക്കുക, നീ പള്ളിയിലും പൊക്കോ, ഒരു വിരോധവും ഇല്ല, ഞങ്ങൾ നിനക്ക് ഒരു ദ്രോഹത്തിനും വരില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടു എൻ്റെ കുട്ടികൾ? അപ്പോൾ എത്ര ഒളിഞ്ഞിരിക്കുന്ന കെണിയാണെന്ന് എൻ്റെ മക്കളൊന്ന് നോക്കുവോ? തമ്പുരാന്റെ വചനം സത്യമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ എത്ര കാലം 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാനാണ് ദൈവമെങ്കിൽ എൻ്റെ അരികിൽ നിൽക്കുക. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞത്, ഇതൊരു ആത്മീയ സമരമാണ്. സാത്താനുമായിട്ടൊരു സമരത്തിലാണ് നമ്മൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുട്ടികളോടൊരു കാര്യം പറയാം. ഞാനിന്ന് ഓടി 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 വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ മാതാവിനെ കണ്ടു. ഒരുപാട്. അപ്പൊക്കെ ആ നാളുകളിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട്, വേളാങ്കണ്ണി മാതാവ്, പിന്നെ മെർജുഗോറി അമ്മ, ലൂർദ് മാതാവ്, പിന്നെ റോസാമിസ്റ്റിക്ക മാതാവ്, ഇങ്ങനെ അമലോത്ഭവ മാതാവ്, ഇതിങ്ങനെ ധാരാളം അമ്മ. എന്താ ഇതൊരാളല്ലേ? എന്തുമാത്രം സംശയങ്ങളെ. കർമ്മലീത്ത മാതാവ്, എന്തുമാത്രം സംശയമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. ഇതെല്ലാം ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ രാത്രികളിലൊക്കെ പരിശുദ്ധ അമ്മയെ ഞാൻ ഇങ്ങനെ ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഞാൻ ചോദിച്ച രൂപങ്ങളിൽ അമ്മയെ കണ്ടിട്ടുണ്ട്. വേളാങ്കണ്ണിയിൽ പോയിട്ട് അമ്മ ഒരുപാട് അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇന്നെനിക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. എന്താ വെച്ചാൽ ആനയെ ഒരു കുരുടൻ ആനയെ കണ്ടു കഴിഞ്ഞാൽ ആനയുടെ വാലാണ് പിടിച്ചിരുന്നെങ്കിൽ അതുമ്മ പിടിച്ച് നടന്നിട്ട് ഉറക്ക പറയും, ആന നീണ്ടിട്ടാണെന്ന്. ചെവി പിടിക്കുന്നവൻ പറയും, ആന പരന്നിട്ടാണ്, ആനയുടെ രൂപം പരന്നിട്ടാണെന്ന്. കുരുടനായിരിക്കണം കേട്ടോ. തുമ്പിക്കൈ പിടിച്ചവൻ പറയും, അയ്യോ നമുക്ക് വിവരിക്കാൻ പറ്റാത്തവണ്ണം നീളമാണ്.
കൊമ്പ് പിടിച്ചവൻ പറയും സ്റ്റിഫായിട്ടാണ്, നീളൻ പോലെയാണ്. ഇങ്ങനെ പല രീതിയിലും നാം ആനയെ വർണ്ണിക്കും. കുരുടന്മാർ ആനയെ എവിടെയാണ് പിടിച്ചത്? അവിടെ. ഇതാണ് മക്കളെ, ഇന്ന് പലരും യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരവർ കണ്ടതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരു പക്ഷേ ചേച്ചിയും പറയുന്നതിൽ തെറ്റ് ചേച്ചി പറയാനില്ല. ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. ഞാൻ മാതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നു. ഞാൻ യേശുവിനെ, ആകാശം മുഴുവൻ ഇരുണ്ട് നിൽക്കുകയാണ്, അതിൻ്റെ നടുവിൽ സൂര്യനെ പോലെ ഒരു തെളിഞ്ഞ പ്രകാശം, അതിൽ കുരിശാണ്. എനിക്ക് വ്യക്തമായിട്ട് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഈശോയുടെ തിരുഹൃദയം അതങ്ങോട്ട് കുത്തിപ്പിളർന്നതുപോലെ, ഈ മോട്ടറിൽ നിന്നൊക്കെ വെള്ളം വരും പോലെ എന്നെ അതിൽ നിന്നുള്ള രക്തം കൊണ്ട് എന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കഴുകി വന്നപ്പോൾ ഇന്ന് ഒന്നെനിക്ക് പറയാൻ പറ്റും, അത്ര എൻ്റെ പഴയ ഒരു സ്വഭാവവും എൻ്റെ കയ്യിലില്ല. ഒന്നും എനിക്ക് പറ്റുന്നില്ല. എന്നെ രൂപാന്തരപ്പെടുത്തി ദൈവം. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരുളി ചെയ്യുന്നു, നീ എൻ്റേതാണ്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ നിന്നെ പേര് ചൊല്ലി വിളിച്ചു, നീ എൻ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ടും നിനക്ക് സഹനമില്ല എന്നൊന്നും പറഞ്ഞില്ല. സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. നിന്റെ ജീവിതമാകുന്ന സമുദ്രം, ചിന്തകൾ, പ്രശ്നങ്ങളൊക്കെ നിനക്കുണ്ട്, പക്ഷെ നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും. നദിയിലൂടെ കടന്നാലും അത് നിന്നെ മുക്കിക്കളയില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. അഗ്നിയിലൂടെ കടന്നാലും നിനക്ക് പൊള്ളുന്ന വേദനകൾ ഉണ്ടാകാം, ആ ജ്വാലയൊന്നും നിന്നെ പൊള്ളിച്ച് കളയില്ല. ഇസ്രായേലിൻ്റെ വിമോചകനായ നാഥൻ കർത്താവായ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് ആവർത്തിച്ച് പറയുന്നു. ഇതാണ് ആത്മീയ സമരത്തിലെ ക്രിസ്ത്യാനിയുടെ ധനം, നിധി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ വേദനകളും ഉത്കണ്ഠകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം, ഇതിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരാം. എന്നാൽ സാത്താനുമായിട്ടൊരു സമരത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോകത്തിലൂടെ കടക്കാൻ നമുക്കൊരു ഭയം വന്നത്. അതുവരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി നടക്കില്ലേ, സാത്താനെന്ന് പറഞ്ഞ ഒരു പേടിയുമില്ല. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവിടെ ഒക്കെ രാത്രി സമയങ്ങളിലൊക്കെ 12 മണിക്കൊക്കെ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങടെയൊക്കെ അതൊന്നും ഒരു ഭയം തോന്നിയിട്ടേ ഇല്ല. എന്ത് പൊട്ടം കളിയെ കളിച്ചിരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അവനോട് കൂടി നടക്കുക, ആരോടുകൂടി? സാത്താനോട് കൂടി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഇതൊക്കെ തിരിച്ചറിഞ്ഞു നമ്മൾ. അപ്പോൾ നമ്മൾ കർത്താവേന്ന് വിളിക്കാതെ, പ്രാർത്ഥിക്കാതെ, അവനെ ആരാധിക്കാതെ ഒരു നിമിഷം പോലും മുൻപോട്ട് നമ്മൾ വെക്കാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവിൻ്റെ ആഴവും പരപ്പും എത്ര അന്വേഷിച്ചാലും നമുക്കത് കണ്ടെത്താൻ പറ്റില്ല മക്കളെ. അത് ഈ ലോകം പിരിഞ്ഞു പോകണം. അപ്പോൾ ഒന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലോകത്തിലായിരിക്കുവോളം നിഷ്കളങ്കരായിരുന്ന് വിശുദ്ധരായിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയൗസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.